Question: a hexagonal prism of base edge 30 mm and height 60 mm is resting on one of its base edges with the axis inclined at 30 degree with the HP and 40 degree with the VP. Draw the projection of solids. This is our question. So axis inclined at 30 degree with HP എന്ന് പറയുമ്പോൾ theta is equal to 30 degree and phi is equal to 40 degree. Hexagonal prism എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഇതേ വരിക. ഹെക്സാഗണൽ, രണ്ട് സൈഡും സെയിം ഷേപ്പ്. സോ ദിസ് ഈസ് ദി ഹെക്സാഗോണൽ പ്രിസം. അപ്പോൾ ഇതിനെ പറയും ബേസ്. ഇതാണ് ഫേസ്. ഓക്കെ. സോ ദിസ് ഈ ബേസും ഫേസും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഭാഗം ഇതാണ് ബേസ് എഡ്ജ്. രണ്ട് ഫേസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ദിസ് ഈസ് കോൾഡ് ഫേസ് എഡ്ജ്. സോ ദിസ് ഈസ് ഫേസ് എഡ്ജ് ആൻഡ് ദിസ് വൺ ഈസ് ബേസ് എഡ്ജ്. ഫേസ് എഡ്ജ്, ബേസ് and this is face. Hexagonal prism of base edge 30 mm. So you order 30 mm. This is 30. Base edge 30 mm and height. This is the height. This is height. That is 60. Base edge 30 is resting on one of its base edges. It is resting on one of its base edges. ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്. ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ബേസ് എഡ്ജിൻ്റെ മേലെയും റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബേസ് എഡ്ജിൻ്റെ മേലെ ഇങ്ങനെയോ എനി ഷേപ്പിൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് വിത്ത് ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree with HP. ആക്സിസ് ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് ഇപ്പോൾ എല്ലാ ബേസ് എഡ്ജും റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റനിൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ മേലെ മാത്രം റെസ്റ്റ് ചെയ്യിക്കുക. ഓക്കെ. പിന്നെ ആക്സിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ കാണുന്ന സെൻട്രൽ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈന് ഇതാണ് ആക്സിസ്. സോ ദിസ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree വിത്ത് HP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 40 degree വിത്ത് VP. അപ്പോൾ എന്താ വരുമായിട്ട് ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും വെക്കാം നമുക്ക്. ദിസ് ഈസ് 30 degree വിത്ത് HP ആൻഡ് 40 degree വിത്ത് VP. 40 degree വിത്ത് VP ഇങ്ങനെ വരാം അല്ലേ. സോ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree വിത്ത് HP ആൻഡ് 40 degree വിത്ത് VP എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്സിസിനെ നമ്മൾ ജസ്റ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree വിത്ത് HP ആൻഡ് 40 degree വിത്ത് VP എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ തീറ്റയും കാണണം, പിന്നെ കാണണ്ടേ ബീറ്റയും കാണേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ HP എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം? സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഹെക്സാഗോണൽ പ്രിസം. ദിസ് ഈസ് ദി ഹെക്സാഗോണൽ പ്രിസം. ഇതാണ് ആക്സിസ്. സോ ദിസ് ഈസ് ദി ബേസ് എഡ്ജ്. ഈ ബേസ് എഡ്ജ് 30 ആണ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 60 ആണ്. അപ്പോൾ എന്താണ് ഫേസ് എഡ്ജിൻ്റെ ഹൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ആക്സിസിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കും. 60 ഈസ് ഈക്വൽ ടു 60. ഇത് 30 വരും കംപ്ലീറ്റ്. ദിസ് ഈസ് 30. പിന്നെ പറയുന്നത് ഇപ്പം നോക്കിയാൽ ഈ കാണുന്ന എല്ലാ ബേസ് എഡ്ജസും ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ HP എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒറ്റൊരു ബേസ് എഡ്ജ് മാത്രമേ HP-യിൽ റെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree വിത്ത് HP ആൻഡ് 40 degree വിത്ത് VP. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ബേസ് എഡ്ജ് HP ആണ് റെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ബേസ് എഡ്ജ്
അതുപോലെ ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞു, അതൊക്കെ. പിന്നെ നമ്മൾ സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് ബേസ് എഡ്ജസ് എച്ച് പിയിലാണോ വെച്ചിരിക്കുന്നത് വി പിയിലാണോ വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. ചില സമയത്ത് പ്രോബ്ലത്തിൽ ബേസ് എഡ്ജസ് വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് എടുത്ത് പറയും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ വി ഹാവ് ടു അസ്യൂം ദിസ് ബേസ് എഡ്ജസ് ഈസ് ഓൺ എച്ച് പി. ബേസ് എഡ്ജസ് ഈസ് ഓൺ എച്ച് പി നമ്മൾ അസ്യൂം ചെയ്യാം. എന്നിട്ട് വേണം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ വൺ എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈൻ എന്ന് പറയുമ്പോൾ എച്ച് ബി പെൻസിൽ യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ദി ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. എക്സ് വൈ ലൈൻ വരച്ചതിന് ശേഷം base edges is on HP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Axis is inclined to both HP and VP and this solid is resting on HP നും VP നും ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ HP ന് അസ്യൂം ചെയ്യാം. മാത്രമല്ല ബേസ് എഡ്ജസ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ HP ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വേണമെന്ന് വിചാരിച്ചാൽ ഈ പ്രോബ്ലം ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളത്, അത് ആക്സിസ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്നുള്ളത്, ഇതാണ് എച്ച് പി. ഓക്കെ, അപ്പോൾ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ എച്ച് പി. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ. ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് മൂന്നാമതായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ ആക്സിസ് ഈ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആണ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഈസ് ഓൾസോ ഓൺ എച്ച് പി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ വരക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ എല്ലാ ബേസ് എഡ്ജസും എച്ച് പിയിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമ്മളെന്ത് വേണം, ഈ സോളിഡിനെ പ്ലേസ് ചെയ്യണം. അതായത് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ഈ സ്റ്റൈലിൽ ആദ്യം വെക്കുക. എന്നിട്ട് ഏത് എഡ്ജസാണോ നിങ്ങൾ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബേസ് എഡ്ജസ് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വെക്കുകയും വേണം. എന്നാൽ മാത്രമേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. ഇതാണ് പ്രൈമറി സ്റ്റെപ്സ്. ഏത് ബേസ് എഡ്ജസ് ആണോ നിങ്ങൾ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇപ്പോൾ 6 ബേസ് എഡ്ജസ് ഉണ്ട്, ഇതിൽ ഏതാണ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബേസ് എഡ്ജസ് എന്ത് വേണം, എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് വെക്കുകയും വേണം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, ഓൾ ബേസ് എഡ്ജസ് ആർ റൈറ്റ് നൗ പ്ലേസ്ഡ് ഓൺ എച്ച് പി. വി പി ആയിട്ട് ഒരു ബന്ധവുമില്ല. ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്, ആക്സിസ് പാരലൽ ടു വി പി ആണ്. അപ്പോൾ എവിടെയാണോ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, ഏത് പ്ലെയിനിലാണോ ആക്സിസ് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പ്ലെയിനിലാണോ ആക്സിസ് വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്, ഏത് പ്ലെയിനിലാണോ ആക്സിസ് പെർപെൻഡിക്കുലർ ആ പ്ലെയിൻ ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്സിസ് ഏത് പ്ലെയിനിലാണ് പെർപെൻഡിക്കുലർ, എച്ച് പിക്കാണ് പെർപെൻഡിക്കുലർ. അതുകൊണ്ട് നമ്മളെന്ത് വേണം, ആദ്യം വരയ്ക്കേണ്ടത് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ആക്സിസ് ഏത് പ്ലെയിനിലാണോ പെർപെൻഡിക്കുലർ ആ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ ആണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഇവിടെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയതുകൊണ്ട് വി ഹാവ് ടു ഡ്രോ ഫസ്റ്റ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ നോക്കുക. മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുക, ഈ ഒരു ഹെക്സാഗോണൽ ഷേപ്പാണ് കിട്ടുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദി അറ്റ് എ കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് അവയിൽ നമ്മളെന്ത് ചെയ്യണം, ഒരു ഹെക്സാഗൺ വരക്കണം. ഇങ്ങനെ ഈ ഹെക്സാഗണിന് ഞാൻ ജസ്റ്റ് നെയിമിങ് കൊടുക്കുക. എന്താ കൊടുക്കുന്നത്, എ ബി സി ഡി പി ക്യു ആർ എസ് ടി, പി ക്യു ആർ എസ് ടി ഓരോന്നും കൊടുക്കാം. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദിസ് ഈസ് എ ബി സി ഡി ഇ എഫ്. ഓക്കെ, അതായത് ഈ മുകളിൽ കാണുന്ന പോയിൻ്റാണ് ഇതിപ്പോൾ ഇങ്ങനെയല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിൽ കാണുന്ന പോയിൻ്റാണ് എ ബി സി ഡിയും, ബോട്ടത്തിൽ കാണുന്ന പോയിൻ്റാണ് പി ക്യു ആർ എസ് ടി ഒയും. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എ ബി സി ഡി കാണും, എന്നാൽ താഴെയുള്ള പോയിൻ്റായിട്ടുള്ള പി ക്യു ആർ എസ് ടി ഒ നമുക്ക് കാണാൻ പറ്റില്ല, അത് ഇൻവിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് അതിനെന്ത് ചെയ്യുക, ബ്രാക്കറ്റിലിടുക, പി ക്യു ആർ എസ് ടി ഒ. എ ബി സി ഡി എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ വിസിബിൾ ആണ്,
സോ അതുകൊണ്ട് നമ്മൾ അതിനെ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഹെക്സഗൺ വരയ്ക്കാൻ കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഹെക്സഗൺ എങ്ങനെ വരയ്ക്കുക? ഹിയർ ബേസ് എഡ്ജ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. ബേസ് എഡ്ജ് ഈസ് ഗിവൺ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു സെൻറ്റർ പോയിന്റ് എടുക്കുക, ദെൻ റേഡിയസ് 3 സെൻറ്റിമീറ്റർ എടുക്കുക, ഡ്രോ വൺ സർക്കിൾ ഇതേമാതിരി വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു തിൻ ലൈനിൽ ഇതിന് 4 ഡിവൈഡ് ചെയ്തു. തിൻ ലൈൻ, വെരി തിൻ ലൈൻ 4 ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡി ഇ എന്ന് പറയുന്ന എഡ്ജ് ഉണ്ടല്ലോ, ഈ കാണുന്ന എഡ്ജ്, ദാറ്റ് ഇസ് ഡി ഇ. ഇതാണ് ഞാൻ പറഞ്ഞ ഡി ഇ. അതിന് താഴെ ഉണ്ടാവും ആർ എസ് ഉണ്ടാവും. ഈ ആർ എസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിനെ തിരിക്കുന്നത് ഇതേമാതിരി. അതായത് ഇങ്ങനെ വരും. അപ്പോൾ ഏതെഡ്ജാണോ ബേസിൽ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്, ഏത് ബേസിലാണോ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്, ആ ബേസിസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് എക്സ് വൈ ലൈനിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന വിധത്തിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ ലൈൻ എക്സാക്റ്റ് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന വിധത്തിൽ വേണം നമ്മൾ ഇവിടെ ആർക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് ഈ പറഞ്ഞ 3 സെൻറ്റിമീറ്ററിലോ 30 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ 30 മില്ലിമീറ്റർ, ഓക്കെ, 3 സെൻറ്റിമീറ്ററിൽ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ആർക്ക് വരച്ചു. അതേമാതിരി വിത്ത് റെസ്പെക്ട് ദിസ് പോയിന്റ് ഇവിടെ നിങ്ങളുടെ കൂടെ ആർക്ക് വരും. സിമിലർലി കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിങ്ങളുടെ കൂടെ ആർക്ക്, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിങ്ങളുടെ കൂടെ ആർക്ക്. ഇനി ഈ പോയിന്റ് ഇതും നമ്മൾ ജോയിൻ ചെയ്യും, ഇതും നമ്മൾ ജോയിൻ ചെയ്യും. നെക്സ്റ്റ് ഇവിടെ നിങ്ങോട്ടേക്ക്, ഇവിടെ നിങ്ങോട്ടേക്ക്, ഇവിടെ നിങ്ങോട്ടേക്ക്, ഇവിടെ നിങ്ങോട്ടേക്ക്. ഇപ്പം ഇതേമാതിരി എക്സാക്ട്ലി പെർപെൻഡിക്കുലർ കിട്ടി. ഇനി ചില സമയത്ത് നിങ്ങൾ അബദ്ധവശാൽ എന്ത് ചെയ്യും? ഇത് ഇതേമാതിരി 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ യു വിൽ ഡ്രോ വൺ സർക്കിൾ ആൻഡ് ദിസ് ഇസ് ദി കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചു. ചില സമയത്ത് അബദ്ധവശാൽ നിങ്ങൾ ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ഇവിടെ നിങ്ങോട്ടേക്ക്, ഇവിടെ നിങ്ങോട്ടേക്ക് 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യും. അതേമാതിരി ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ഇവിടെ നിങ്ങോട്ടേക്ക്, ഇവിടെ നിങ്ങോട്ട് കട്ട് ചെയ്യും. ഇപ്പം സംഗതി മാറി, കണ്ടോ? ഇപ്പം ഇവിടെ ഒരു കോർണറാണ്. കോർണർ വരാൻ പാടില്ല, കാരണം എഡ്ജാണ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കോർണറാണ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം വരക്കാം. എഡ്ജാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഫോളോ ദിസ് ഫിഗർ. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, നോക്കാം. നമുക്ക് ഇനി എങ്ങനെ വരയ്ക്കുന്നു നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ഒരു കൺവീനിയൻ്റ് ഡിസ്റ്റൻസ് സർവേയിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു. ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തു. ഇത് സെൻറ്റർ ആക്കിയിട്ട് 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഐ വിൽ ഡ്രോ വൺ ഒരു സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതുകൊണ്ട് റിമൂവ് ചെയ്യാം. ഇത് വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ ഈ സർക്കിൾ. ഇനി എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ വെച്ചിട്ട് വേണം നമ്മൾ 3 സെൻറ്റിമീറ്റർ ആർക്ക് വിടാം. ഇവിടെ നിങ്ങോട്ട് ഇവിടെ ആർക്ക്, ഇത് സെൻറ്റർ ആയിട്ട് ഇവിടെ നിങ്ങോട്ട് ഇവിടെ ആർക്ക്, ഇവിടെ സെൻറ്റർ ഇവിടെ ഇങ്ങനെ ആർക്ക്. യു ഹാവ് ടു ജോയിൻ ദീസ്. ഈ കാണുന്ന എല്ലാ കോർഡിനും നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ എക്സ്ട്രാ കാണുന്ന ഭാഗം റിമൂവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം അങ്ങോട്ട് മായ്ക്കുക. എന്നിട്ട് നെയിം കൊടുക്കുക, ദാറ്റ് ഈസ് ഡി ഇ. എങ്ങനെ കൊടുക്കുക? ABCD, ABCDEF. So this is the dimension. Now this is equal to 30. ഇനി ഇതിൻ്റെ നമ്മളിപ്പോൾ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ ടോപ്പിൽ വരച്ചു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരക്കണം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഇത് വരച്ചു. ഈ കാണുന്ന ഷേപ്പാണ് നമ്മൾ വരച്ചത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഈ ഷേപ്പ് വേണം. ഈ ഷേപ്പ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരച്ചു. ഈ കാണുന്ന ഷേപ്പ് ഉണ്ടല്ലേ? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ പറയുമ്പോൾ ഇതേമാതിരി വരും. ഈ ഷേപ്പ് കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ മേലോട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലറായിട്ട് നേരെ വരക്കുക.
എന്താ ഇതേമാതിരി. ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് ഫ്രണ്ട് വ്യൂ. ഈ ഫ്രണ്ട് വ്യൂ എവിടെയുള്ളത്? എച്ച് പിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൺ എച്ച് പി, അതായത് എക്സാക്ട്ലി XY ലൈനിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. ടോപ്പ് വ്യൂവിൽ വരക്കുമ്പോൾ നമുക്ക് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവൈഡ് വരക്കാം, പക്ഷേ ഫ്രണ്ട് വ്യൂവിൽ വരക്കുമ്പോൾ അങ്ങനെ വരക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഹാസ് ടു ബി ഓൺ XY ലൈൻ. Height of the face edge is given, that is height of the face edge is equal to height of the axis, that is 6 cm അപ്രോക്സിമേറ്റ് ഇവിടെ തൊട്ട് വരും. ശരിയല്ലേ? നമുക്കൊരു റെക്ടാങ്കുലർ ബോക്സ് ആയിട്ട് കാണാൻ പറ്റും. ഇതേമാതിരി വരും. അപ്പോൾ പ്രിസത്തിൻ്റെ കേസിൽ ഫ്രണ്ട് വ്യൂ ഒരു റെക്ടാങ്കിൾ ആയിട്ടാണ് കാണാൻ പറ്റുക. പ്രിസത്തിൻ്റെ കേസിൽ ഫ്രണ്ട് വ്യൂ എപ്പോഴും ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. എന്തുകൊണ്ട്? വെൻ the axis is perpendicular to HP. ആക്സിസ് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലത്തിൽ പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു റെക്ടാങ്കിൾ. ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ പ്രിസത്തിൻ്റെ കേസിൽ ടോപ്പ് വ്യൂ എപ്പോഴും ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് വരും? ഹൈറ്റ് ഈസ് ഗിവൺ, that is equal to 60. ഇതൊക്കെ എക്സ്ട്രാ ലൈൻ, അതൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ABCD കുറച്ച് നെക്സ്റ്റ് PQRST. OPQRST. This is O invisible, P invisible, Q invisible, R invisible, S invisible, T invisible. ഇതെല്ലാം ഇൻവിസിബിൾ ആണ്. മാത്രമല്ല OPQRST എന്ന് പറയുന്നത് ഈ ബോട്ടം പോർഷനിലും ABCD എന്ന് പറയുന്നത് ഈ അപ്പർ പോർഷനിലാണ് വരിക. F എന്ന് പറയുന്നത് മുകളിൽ നോക്കുമ്പോൾ F വിസിബിൾ അല്ല, നമ്മൾ ഇവിടെ തന്നെ നോക്കുന്നത്. അപ്പോൾ F എന്ന് പറയുന്നത് എവിടെ വരിക? ഇവിടെ. C എന്ന് പറയുന്നതോ ഈ Fന്റെ നേരെ പിറകില്ല, അത് ഇൻവിസിബിൾ. ടോപ്പ് നോക്കുകയാണ്. E എന്ന് പറയുന്നത് എന്ത് വരും? വിസിബിൾ. നമ്മൾ ടോപ്പ് നോക്കുകയാണ്. ടോപ്പ് നോക്കുന്ന സമയത്ത് F എന്ന് പറയുന്നത് വിസിബിൾ, C' എന്ന് പറയുന്നത് ഇൻവിസിബിൾ. അതേമാതിരി E എന്ന് പറയുന്നത് ടോപ്പിൽ നോക്കുമ്പോൾ വിസിബിൾ. സിമിലർലി D എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ. ഇനി ഈ കാണുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കുക, ഏറ്റവും ഈ ഭാഗത്ത് നിന്ന്, ടോപ്പിൽ നിന്നല്ല നമ്മൾ ഈ ഭാഗത്ത് നിന്ന്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫ്രണ്ട് വ്യൂ കിട്ടുക. ഈ അടിയിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ. അത് കുറച്ചൊക്കെ ഇമാജിൻ ചെയ്യണേ. ഈ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും, ഷുവറല്ലേ? അതേമാതിരി F എന്ന് പറയുന്ന പോയിന്റ് മേലെ തന്നെ ആയിരിക്കും. E എന്ന് പറയുന്ന പോയിന്റ് മുകളിലായിരിക്കും. 5 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. 5 അല്ല, ഇതിന് വേണ്ടി S എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. അതേപോലെ T' എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. അടി നോക്കുമ്പോൾ O' എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതേമാതിരി നോക്കുന്ന സമയത്ത് Q എന്ന് പറയുന്ന പോയിന്റ് Q' എവിടെ ഉണ്ടാവുക? ഇൻവിസിബിൾ. C' എന്ന് പറയുന്ന പോയിന്റും ഇൻവിസിബിൾ. അടി നോക്കുമ്പോൾ പിന്നെ R' എന്ന് പറയുന്ന പോയിന്റ് ഇൻവിസിബിൾ. D' എന്ന് പറയുന്ന പോയിന്റും ഇൻവിസിബിൾ. P' എന്ന് പറയുന്ന പോയിന്റ് ഇൻവിസിബിൾ ആയിരിക്കും. ശരിയല്ലേ? അതേപോലെ B' എന്ന് പറയുന്ന പോയിന്റും ഇൻവിസിബിൾ ആയിരിക്കും. നമുക്കെല്ലാം പോയി 1 2 3 4 5 6 1 2 3 4 5 എല്ലാ പോയിന്റും നമുക്ക് കിട്ടി. പിന്നെ ആക്സസ് ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഇവിടെ ഒരു വിസിബിൾ എഡ്ജസ് ഉണ്ട്. ഫേം ലൈൻ കണ്ടില്ലേ? ഈ കാണുന്ന എഡ്ജ് ഇറ്റ്സ് വെരി ഫേം, അതോ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫേം എഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തൂടെ ആക്സസിനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ആക്സിസിന് അകത്താണ് ഉള്ളത്. ഇൻവിസിബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് കാണണം. ശരിക്കും ഇവിടെ എങ്ങനെ ഉണ്ടാവുക? ഇത് ആക്സിസ് ആണ്, ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ നമുക്കറിയാം ഈ ആക്സിസിനെ കവർ ചെയ്തിട്ട് ഈ കാണുന്ന ഫേം എഡ്ജ്, വിസിബിൾ എഡ്ജ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ തിക്ക് ലൈനായിട്ട് അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഈസ് ഓൺ HP. ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP. ആക്സിസ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഈസ് ഓൺ HP എന്ന് പറയുമ്പോൾ
ഫസ്റ്റ് we have to start your drawing from top view. So ഫസ്റ്റ് ഇതാണ് വരക്കേണ്ടത്. ഒന്നാമത്തെ ഫിഗർ ഇത് വരക്കുക, എന്നിട്ട് രണ്ടാമത്തെ ഇത് വരക്കുക, ഇനി 3 വരക്കുക, 4 വരക്കുക, 5 വരക്കുക, 6 വരക്കുക. ഈ 6 ചിത്രം വരക്കുമ്പോഴാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, now here this axis is perpendicular to xy line. Here this axis is just like a dotted line, ഒരു പോയിന്റ് മാത്രം. ഇവിടെ നമുക്ക് ആക്സിസ് കൃത്യമായിട്ട് വിസിബിൾ ചെയ്യാൻ പറ്റും. ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻ ഇസ് ഇൻക്ലൈൻഡ് ബോത്ത് എസ് പി ആൻഡ് വി പി എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്കാണ് ഇനി നിങ്ങൾ വരേണ്ടത്. എന്നാൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി വിത്ത് എസ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം, പ്രൊട്രാക്ടർ വെക്കുക, 30 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ എടുക്കുക. Now this line is inclined at 30 degree with SP and parallel to VP. ഇവിടെ നോക്കിയാൽ this line is perpendicular to SP എന്ന് പറയുമ്പോൾ ഈ ലൈൻ എങ്ങനെയുള്ളത്? That is parallel to XY line, or we can say that it is parallel to vertical plane. Vertical plane ഇങ്ങനെയും HP ഇങ്ങനെയല്ല ഉള്ളത്. അല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. മേലെ നോക്കുമ്പോൾ ഒരു പോയിന്റ് ആയിട്ട് കാണുന്നു. Now this line is parallel to VP. അപ്പോൾ ഇത് തിരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും. This line is parallel to VP and inclined to SP. So you will get the true length. Okay, this is the true length. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഭാഗം നമ്മൾ ഇവിടെ ഇങ്ങനെ വരക്കണം. ശരിയല്ലേ? കാരണം ഇതാണ് നമ്മുടെ ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ കാണുന്നു, ടോപ്പിൽ നോക്കുമ്പോൾ ഇത്രയും ലെങ്ത് കാണും. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഇവിടെ വരണം. ആക്സിസ് ഒരിക്കലും ഈ പോയിന്റ് ഇവിടെ ടച്ച് ചെയ്യാനും പാടില്ല. ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ടു HP ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ടച്ചസ് ഓൺ HP. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുക എങ്ങനെയാണ്? ആദ്യം ഇതിനെ ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ ഒരു പോയിന്റ് എടുത്തു, 30 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. സോ ദിസ് ഈസ് 30 എന്ന് മനസ്സിലായി. ഇത് മാത്രമല്ല, ഇതായിരിക്കും നമ്മുടെ ഷേപ്പ്, അതും നമുക്ക് മനസ്സിലായി. ഈ പോയിന്റ് ഇവിടെ ടച്ച് ചെയ്യാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? സോ ദിസ് ഈസ് 90. അപ്പോൾ 90 + 30 120. അപ്പോൾ 180 - 120 = സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60. ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ ഉള്ളത്. സോ ദിസ് ഈസ് 30 90. സോ ദിസ് വിൽ ബി 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എന്താണ് R ഡാഷ് S ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും. അതേമാതിരി ഇത് Q ഡാഷ് T ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇതുമാണ്. ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദിസ് ഡിസ്റ്റൻസ്. ഇത് ഈസ് ഈക്വൽ ടു ആണ് ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനെ വരയ്ക്കും നമ്മൾ. ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതേമാതിരി ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ എന്നോട് 30 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെക്കുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് 60 ഡിഗ്രി എടുക്കുന്നു. ഒരു ലൈൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണോ ആ ഡിസ്റ്റൻസാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യും. ചിലപ്പോൾ അത് ഇവിടെ എത്തുക, ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക, 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാൽ അത് എക്സാക്ട്ലി ഇവിടെ വരും. മനസ്സിലായി? അപ്പോൾ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രി. സോ ദിസ് ഈസ് ദി ആക്സിസ് ലൈൻ. ഓക്കെ, ഈ ലൈൻ ഇവിടെ വരച്ചു. വരച്ചില്ലേ? ഇനി ഇതിന് പാരലായിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അത് ഇവിടുന്ന് ഇനിയും വരച്ചു. ഇനി ഇതിന് പാരലായിട്ട് ഇവിടെയും വരക്കുക. ഓക്കെ, പിന്നെ അങ്ങനെയൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് വരക്കാം. ഇതിപ്പോൾ വരച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്തത്? ആദ്യം ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ പ്രൊട്രാക്ടർ വെച്ചു, 60 ഡിഗ്രി ആംഗിൾ എടുത്തു. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ എടുത്തു. ഇത് ഇവിടുന്ന് കൊണ്ടിട്ടുണ്ട്. മൊത്തം ലെങ്ത് എടുക്കുക. ഇവിടെ കുത്തിക്ക് ഒരു
ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദിസ് ലെങ്ത്. ഓക്കെ, ഇതിനെ മിഡ് പോയിന്റ് എടുത്തു, അതാണ് ഇവിടെ കിട്ടിയത്. പ്രൊട്രാക്ടർ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം, അപ്പോൾ ഇവിടെ തൊട്ട് വരും. സോ ദിസ് ഈസ് ദി ആക്സിസ് ലൈൻ. ഓക്കെ അല്ലേ? ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങനെ വരും. ഇനി ഈ ലൈന് പാരലായിട്ട് ഇവിടുത്തെ ലൈൻ വരച്ചു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 60, അതിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ ലെങ്ത് എടുത്തിട്ട് ഇത് സെൻറ്ററാക്കിയിട്ട് ഒരാൾക്ക് വരക്കുക, ഇതെടുത്തിട്ട് ഇവിടെ സെൻറ്ററാക്കിയിട്ട് വേറൊരാൾക്ക് വരക്കുക. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് പറയുന്ന കാര്യമല്ല, ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഈ കാണുന്ന പേര് മൊത്തം ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെരിയുന്ന സമയത്ത് ഇ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നു, ഡി ഡാഷ് ഇവിടെ വന്നു, ഈ എഫ് ഡാഷ് ഇവിടെ വന്നു, ഇത് സി ഡാഷ് വന്നു, എ ഡാഷ് വന്നു, ബി ഡാഷ് വന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 60. ഇത് ഒ ഡാഷ്, ഇത് പി ഡാഷ്, ഇത് ക്യൂ ഡാഷ്, ഇത് ടി ഡാഷ്, അതേമാതിരി ഇത് ആർ ഡാഷ്, എസ് ഡാഷ്. ആർ ഡാഷ് ഇൻവിസിബിൾ. സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി ആകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി 30 ഡിഗ്രി. കാരണം ഈ ഫേസ് എഡ്ജ് ഈ എഡ്ജിന് പാരലാണ്, ഇത് പാരലാണ്. പാരലായതുകൊണ്ട് ഈ ആംഗിൾ എത്രയാണോ അതേ ആംഗിളിൽ നിന്നാണ് ഇവിടെയും വരിക. ഇപ്പോൾ പ്രിസത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അടുത്ത് മനസ്സിലാക്കണം. ഇതും പാരലായതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. ആൾട്ടർനേറ്റ് ആംഗിൾ ഈസ് ഈക്വൽ എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും അതേമാതിരി. അപ്പോൾ ഫസ്റ്റ് ഇത് വരച്ചു, സെക്കൻഡ്, തേർഡ്. ഇനി നാലാമത്തെ ചിത്രം വരക്കണ്ടേ. നാലാമത്തെ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെ വരക്കേണ്ടത്? നമ്മൾ നാലാമത്തെ വരയ്ക്കുന്ന സമയത്ത് ഇത് താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, തിൻ കൺസ്ട്രക്ഷൻ ലൈൻ വളരെ തിന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് ഒ ഡാഷ് ഒ കൊമ പി എന്ന് പറയുന്ന ലൈനാണ് ഇത്. അതേമാതിരി ഈ ലൈൻ്റെ പേരാണ് ക്യൂ കൊമ ടി, ഈ ലൈൻ്റെ പേരാണ് ആർ കൊമ എസ്, ഈ ലൈൻ്റെ പേരാണ് എ കൊമ ബി, ഇതിൻ്റെ പേരാണ് എഫ് കൊമ സി, ഇതിൻ്റെ പേരാണ് ഇ കൊമ ഡി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് എ ആണ്. അപ്പോൾ എയും എ എവിടെയുള്ള ഇവിടെ. അപ്പോൾ ഈ കാണുന്ന എയും ഈ എയും നമ്മൾ ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ ഇവിടേക്ക് കിട്ടി, അവിടേക്ക് എ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി ഈ ബിയും ഉണ്ടോ? അപ്പോൾ ഇവിടേക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി, ബി. ഇനി നെക്സ്റ്റ് സിയും ഇവിടെയൊക്കെ സി കിട്ടി. പിന്നെ ഡിയും ഇതൊരു ഡി ഉണ്ട്, ഇവിടെയൊക്കെ ഡി കിട്ടും. ഇയും അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ ഇ കിട്ടി. ഇനി എഫും ഈ കാണുന്ന എഫും ഇവിടെ എന്ത് കിട്ടി? എഫ് കിട്ടി. ഓക്കെ, സിമിലർലി പി ക്യു ആർ പിയും എവിടെയുള്ള ഇത് ഇവിടെ പി ഉണ്ട്. ഇപ്പോൾ പിയും ഇവിടെ എന്ത് കിട്ടി? പി വന്നു. ക്യൂയും ഇവിടെ എന്ത് കിട്ടും? ക്യൂ കിട്ടി. ആറും ഇവിടെ എന്ത് കിട്ടും? ആറ് കിട്ടും. എസും ഇവിടെ എസ് കിട്ടി. ടിയും ഇത് എഫ് ആണ്, ഇത് ടി ആണ്. ടിയും ഇവിടെ നമുക്ക് ടി കിട്ടി, കാരണം ടി ഇങ്ങനെയല്ലേ വരുന്നത്. അതേമാതിരി നെക്സ്റ്റ് പി ക്യു ആർ എസ് ടി ഓയും ഇവിടെ നമുക്ക് ഓയും കിട്ടി. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടി. ഇത്രയും പോയിന്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബേസ് ജോയിൻ ചെയ്യാം. ബേസ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുക, ബേസ് എഡ്ജ് ജോയിൻ ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ നോക്കുക, ഫേസ് എഡ്ജ് ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുക. ഫ്രണ്ട് വ്യൂ നമുക്ക് ഒന്നും ഇത് നോക്കാം രണ്ട് എങ്ങനെ വേണം നോക്കാം. കാരണം ഫ്രണ്ട് വ്യൂ രണ്ട് ചിത്രം കിട്ടിയല്ലോ, ടോപ്പ് വ്യൂ ചിത്രം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബേസ് വരക്കുമ്പോൾ ടോപ്പ് വ്യൂ നോക്കുക. ടോപ്പ് വ്യൂ നമ്മൾ പി ക്യു ആർ എസ് ടി ജോയിൻ ചെയ്യാം. അപ്പോൾ പിന്നെ ക്യൂ കണ്ട പി ക്യു ആർ എസ് ടി ഒ. അപ്പോൾ പിന്നെ ക്യൂ ആയിട്ട് ജോയിൻ ചെയ്തു, ക്യൂവിന് ആറായിട്ട്, ആറിന് എസ് ആയിട്ട്, എസിന് ടി ആയിട്ട്, ഒ ആയിട്ട് വളരെ തിന്നായിട്ട് ജോയിൻ ചെയ്യാം. കാരണം പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ വായിക്കുമ്പോൾ പ്രയാസമായിരിക്കും. ഇനി അതേപോലെ ടോപ്പിലാകുമ്പോൾ എന്ന് ബിയിലേക്കും, ബിന്ന് സിയിലേക്കും, സിന്ന് ഡിയിലേക്കും, ഡിന്ന് ഇയിലേക്കും, ഇന്ന് എഫിലേക്കും ഇങ്ങനെ ജോയിൻ ചെയ്തു അല്ലേ? അത് ജോയിൻ ചെയ്തു. ഇനി നമ്മുടെ സ്ലാൻഡിങ് എഡ്ജ് ഫേസ് എഡ്ജ് ജോയിൻ ചെയ്യണം. ഫേസ് എഡ്ജ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പി ഡാഷും ബി ഡാഷുമാണ്. പിയും ബി അല്ലേ ഒരു പോയിന്റാണ്. അപ്പോൾ പി ഡാഷ് ബി ഡാഷ്. അപ്പോൾ പിയും ബിയും ഇത് തിന്നായിട്ട് ജോയിൻ ചെയ്തു. അതേമാതിരി ഒയും എയും ആണ്.
ഒയും എയും ഇതിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ കളർ മാറ്റാം. പിയും ബിയും ഒയും എയും ആയിട്ട് ജോയിൻ ചെയ്തു. പി ക്യു ആർ എസ് പി ക്യു ആർ എസ് ആണ് ഇത് ടി ഇത് ഒ. ഓക്കെ, ഇനി അടുത്തത് പി നെക്സ്റ്റ് ക്യൂയും സിയും നമ്മൾ ജോയിൻ ചെയ്തു. അതേമാതിരി ടിയും എഫും നമ്മൾ ജോയിൻ ചെയ്തു. അതേമാതിരി ആറും ഡിയും സ്മോൾ ലെറ്റർ ആർ ഇവിടെ ഇല്ല. കാരണം ഇതിൻ്റെ മേലെ കൂടി തന്നെ വരണേ, ഇതിൻ്റെ വരും. അത് പെർഫെക്റ്റ് ഫിഗർ ആണെങ്കിൽ അതിൻ്റെ മേലെ കൂടി തന്നെ വരും ആറും ഡിയും. കാരണം ഇത് ഒരേ ലൈനിലാണ് വരുന്നത്. ആറും എസും ഇയും ഡിയും ഒരേ ലൈനിൽ വരുന്നത് കൊണ്ട് ഇതെല്ലാം ഒരേ ലൈനിൽ വരും. ആറും എസും ആറ് കൺഫ്യൂഷൻ ആണല്ലേ, സോറി, ആറ് എസ് ഇത് ബേസ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ആറും ഡിയും ആറ് ഡി. അതേമാതിരി എസും ഇയും കേട്ടോ. അതിനെക്കൊണ്ട് ഇപ്പോൾ എല്ലാ ലൈനും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇതാണ് നമ്മുടെ ആക്സിസ്. സോറി, ആക്സിസ് നമ്മളിവിടെ ഒരു ഫേം ലൈനായിട്ട് കാണും. കാരണം ഇത് ഫേം ലൈനല്ലേ, കാണും. ഓക്കെ, പക്ഷേ ഇത് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്കിവിടെ ആക്സിസ് കാണും കേട്ടോ. അപ്പോൾ ആക്സിസ് നമ്മളൊരു പേര് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന പേര് ഞാനിപ്പോൾ ഇവിടെ എം ഡാഷ് കോമ എൻ ഡാഷ് എന്ന് വിചാരിച്ചോ. ആക്സിസിൻ്റെ പേരാണ് എം ഡാഷ് കോമ എൻ ഡാഷ്. ഇവിടെ എം ഡാഷ് കാണില്ല, ഇതിൻ്റെ അകത്താവുള്ളത്. ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ ഇൻസൈഡിലുള്ള സബ് ബ്രാക്കറ്റിലാണ് എം ഡാഷ് കോമ എൻ ഡാഷ്. ഈ പോയിന്റ്സ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുറച്ചും കൂടി പ്രോബ്ലമായിട്ട് ഫെമിലിയറൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോയിൻ്റൊന്നും നിങ്ങൾക്ക് അധികം ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ ചിത്രം വരും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഗ്രാഫിക്സ് കേട്ടോ. അപ്പോൾ ഈ എം ഡാഷ് എവിടെ ഉണ്ടാവുക? ഈ ലൈനിൻ്റെ മേലെ എവിടെയോ ആയിട്ട് എം ഡാഷ് ഉണ്ട്. ഇതാണ് എം കോമ എൻ. അത് നമുക്കറിയാം. കാരണം എൻ എന്ന് പറയുന്ന പോയിന്റ് മേലെയാണ്, എം എന്ന് പറയുന്ന പോയിന്റ് അടിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എമ്മും ഇവിടുത്തെ ഒരു എം ഡാഷ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സ്മോൾ എം എന്ന് പോയിന്റ് കിട്ടി. അതേമാതിരി എൻ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ലൈൻ ഇങ്ങനെയും എൻ എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയും വരുമ്പോൾ ഇവിടുത്തെ കിട്ടി, എന്നും കിട്ടി. ഇത് ജോയിൻ ചെയ്യാം. സോ ദിസ് ഈസ് ദി ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ലെങ്ത്. ആക്സിസ് ഫേസ് എഡ്ജിൻ്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ആക്സിസ്. ഇതതിൻ്റെ ടോപ്പ് വ്യൂ അല്ലേ. അപ്പോൾ എം ഡാഷ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. ദാറ്റ് ഈസ് തീറ്റ വിത്ത് 30 ഡിഗ്രി വിത്ത് HP ആണ്. അതിന് ടോപ്പ് വ്യൂ ഒരു എം കോമ എൻ, അത് പ്ലാൻ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൻ. ഇനി നമുക്ക് എന്താണ് ബീറ്റയാണ് വേണ്ടത്. അപ്പോൾ ബീറ്റ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നമുക്കറിയാം ഓൾറെഡി എന്താണ് ട്രൂ ലെങ്ത്തും നമ്മുടെ ട്രയാങ്കിൾ കൺസെപ്റ്റ്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ട്രയാങ്കിൾ കൺസെപ്റ്റ്. അതായത് ട്രൂ ലെങ്ത്തും തീറ്റ ആകുമ്പോൾ പ്ലാനാണ്. സിമിലർലി ട്രൂ ലെങ്ത്തും ഫൈ ആകുമ്പോൾ എലിവേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ട്രൂ ലെങ്ത് കിട്ടി പി പിയിൽ. ഇനി അതേമാതിരി ട്രൂ ലെങ്ത് നമ്മൾ HP യിലും ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ എം ഡാഷ് N1 ഡാഷ് ആണെങ്കിൽ ഇതിപ്പോൾ N1 ഡാഷിന് വിചാരിക്കും. അങ്ങനെ N1 ഡാഷിന് വിളിക്കും, ഒന്നും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ എഴുതാൻ പറ്റും? ഇത് എം ഡാഷ് N1 ഡാഷ് ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും N1 ആവും. അപ്പോൾ ഇവിടെ N1 ഡാഷ് ആവും. ഇത് എം കൊമ N1. എങ്ങനെ പേര് നമുക്ക് എങ്ങനെ കൊടുക്കാം? നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എം ഡാഷ് N1 ഡാഷ് ഇതിൻ്റെ പ്ലാൻ ആകുമ്പോൾ ഒരു എം കൊമ എൻ വരും. അതേമാതിരി ഈ കേസിൽ 5 വരുമ്പോൾ എം കൊമ N2 എം ഡാഷ് കൊമ N2 ഡാഷ് N2 ഡാഷ് അല്ല എം ഡാഷ് കൊമ എൻ ഡാഷ് അല്ലേ. ലോക്കസ് വരയ്ക്കുന്ന സമയത്ത് ഈ പ്ലാൻ ലെങ്ത് ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് കിട്ടി എം കൊമ എൻ കിട്ടി. അതേപോലെ എലിവേഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടും എം ഡാഷ് കൊമ എൻ ഡാഷ്. സോ തീറ്റൻ്റെ കൂടെ ആൽഫയും വരും, ഫൈയുടെ കൂടെ ബീറ്റയും വരും. നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്.
ഇത് നമ്മുടെ ചിത്രം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം ഒന്ന് തിരിച്ചു വരക്കാം. കാരണം നമ്മൾ ഇനി ഈ കാണുന്ന ഇതിപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ആദ്യം ഇങ്ങനെ വെച്ചു, അത് വരച്ചു, ദെൻ ഫ്രണ്ട് വ്യൂ വരച്ചു, എന്നിട്ട് ഇതിൽ ഇങ്ങനെ കറക്കി ഇത് വരച്ചു. ഇനി ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മൾ ഇത് ഇങ്ങനെ ഇട്ടു. 1 2 3 1 2 3 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ഫേസ് കാണാൻ പറ്റും ഇവിടെ. ഇനി എന്താണ്, ഇനി ഇതിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ നോക്കിയിട്ട് വേണം ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ. ഫസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ടോപ്പ് വ്യൂ വരച്ചു, ദെൻ ഡ്രോ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ, ദെൻ യു ജസ്റ്റ് ടിൽറ്റ് ഇറ്റ്, ഡ്രോ ഇറ്റ്സ് വ്യൂ, ദെൻ യു ലുക്ക് ഫ്രം ടോപ്പ്, അതിവിടെ വരച്ചു. ഇനി ഈ കാണുന്നതിനെ തിരിച്ചു, അതിവിടെ വരക്കും. ദെൻ ഇവിടെ നോക്കുക, ആ ഭാഗം ഇവിടെ വരക്കുന്നത്. ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടിൽറ്റ് ചെയ്യുക, ഫ്രണ്ട് വ്യൂ വരച്ചു. ദെൻ യു ലുക്ക് ഫ്രം ഹിയർ, അപ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മൾ ഇവിടെ വരക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. എന്നിട്ട് ഇതിന് തിരിക്കണ്ടേ, എച്ച് പിയിൽ കിട്ടും. ഇത് വി പിയിൽ എച്ച് പി കിട്ടിയിട്ട് തിരിക്കും. ആ തിരിക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് ഇവിടെ വരക്കുന്നത്. ഇനി ഇവിടെ എന്ത് വ്യൂ ആണ് കിട്ടുക, അതേ വ്യൂവിനെ നമ്മൾ കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കുക. ഫ്രണ്ട് മീൻസ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നാണ്, ഈ ഭാഗം ഇവിടെ നിന്നല്ല, ഇത് ടോപ്പ് ഇവിടെ നിന്ന് കാണാൻ. നിങ്ങളൊന്ന് മറങ്ങിയിട്ട് ഇങ്ങനെ നോക്കൂലോ, നമ്മൾ തടയാൻ ഇങ്ങനെ നോക്കുമല്ലോ. ആ സ്റ്റേജ് നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്ന വ്യൂ ആണ് ഇവിടെ വരക്കുക. സോ 1 2 3 4 5 6 ഈ ഓർഡറിൽ വേണം നമ്മൾ ചിത്രത്തിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ ഇത് ഞാൻ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് ടിൽറ്റ് ചെയ്യും എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ് ലൈൻ വരച്ചു. ഒരു എക്സ് ലൈൻ വരക്കുന്നു, ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 5 ആംഗിളിൽ 40 ഡിഗ്രി അല്ലേ, ഞാനെന്ത് ചെയ്തു, N2 വരച്ചു, ലോക്കസ് വരച്ചു. ഇത് 5 കിട്ടി. അപ്പോൾ ട്രൂ ലെങ്ത്തും 5 ആകുമ്പോൾ എലിവേഷൻ M', ഇനി പ്ലാൻ ലെങ്ത് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടി MN. ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ബീറ്റ. ആ ബീറ്റ ആംഗിൾ മെഷർ ചെയ്യുക. ആ ബീറ്റ ആംഗിളാണ് നമ്മളിനി വരക്കേണ്ടത്. ആ ബീറ്റ ആംഗിൾ ഏകദേശം 48 ഡിഗ്രിയോ സംതിങ് വരും. 48 ഡിഗ്രിയാണ് വരിക, 48. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നൗ ദിസ് ലൈൻ ഈസ് പാരലൽ ടു, ഇതിപ്പോൾ 0 ഡിഗ്രിയാണ്, കാരണം ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ. ഇനി ഇതിന് ഈ കാണുന്ന ലൈനിനെ ഞാൻ തിരിക്കും ഇങ്ങനെ. അത്ര ആംഗിളിൽ ഇതിനാ 48 ഡിഗ്രി ആംഗിൾ കേട്ടോ, 48 ഡിഗ്രിയിലേക്ക്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് വെച്ചിട്ട് 48 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരച്ചു, ഒരു സർട്ടൺ ഡിസ്റ്റൻസ് വേരി. ഒരു കാര്യം എടുക്കുക, എക്സ് വൈ ലൈനായിട്ട് ഇത് ടച്ച് ചെയ്യില്ല, ഇതും എക്സ് വൈ ലൈനായിട്ട് ടച്ച് ചെയ്യില്ല. ഒന്നും എക്സ് വൈ ലൈനായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. ഏത് എച്ച് പിയിൽ വരക്കുന്ന ചിത്രം, എക്സ് വൈ ലൈനിന് താഴെ വരക്കുന്ന ചിത്രം ഒരിക്കലും എക്സ് വൈ ആയിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ വരക്കുന്ന ചിത്രം മൊത്തം എക്സ് വൈ ആയിട്ട് ടച്ച് ചെയ്യണം. കാരണം ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ് ക്വസ്റ്റ്യൻ. ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു one of its base edges is on HP എന്നാണ് ഓർക്കുന്നത്. ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP ആൻഡ് one of its base edges on HP. ഓൺ HP എന്ന് പറയുന്നതുകൊണ്ട് ബേസ് എഡ്ജ് HP മേലെ തന്നെ ഉള്ളത് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഈ വരക്കുന്ന HP വരക്കുന്ന ചിത്രങ്ങൾ ഒരു കാരണവശാലും എക്സ് വൈ ലൈനെ ടച്ച് ചെയ്യാൻ പാടില്ല. കുറച്ചൊന്ന് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് അവയിൽ വേണം വരയ്ക്കാൻ. ഇനി ടച്ച് ചെയ്ത് വരും, പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു മാർക്ക് കുറയാൻ മാത്രമേ ഉള്ളൂ. ഇനി ഈ കാണുന്ന ചിത്രം ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ വരയ്ക്കേ വേണ്ടു. വളരെ സിമ്പിൾ. എന്താ ചെയ്യേണ്ടത്, ഞാനൊരു സർട്ടൺ ഡിസ്റ്റൻസ് അവയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്ത് M' വേണ്ടി കൊടുത്തു. അതേമാതിരി ഈ ഡിസ്റ്റൻസ് വേണ്ടി ഇവിടെ എടുത്തു. ഇതിന് N' ഇതാണ് നമ്മുടെ ആക്സിസ് ലൈന്, അതുകൂടി ഞാൻ വരച്ചു. എന്നിട്ട് വേണം ഇത് ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ പെർപെൻഡിക്കുലർ, ഈ QT എന്ന് പറഞ്ഞില്ലേ, പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു തിൻ ലൈൻ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, എന്നിട്ട് ഇതാ ഈ QM ആ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അതേമാതിരി MT എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കാണുന്ന ലൈൻ ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇനി ഇതിനും പാരലായിട്ട് വേറൊരു ലൈൻ ഇവിടെ ഇങ്ങനെയും വരച്ചു. പിന്നെ നമുക്ക് നിങ്ങളുടെ എലിപ്റ്റിക് വ്യൂസ് എങ്ങനെയും വരക്കാം. എന്നിട്ട് ചെയ്യണം, ഈ കാണുന്ന ഡിസ്റ്റൻസ് അത് ഇവിടെ എടുത്തു, ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു. അതേപോലെ ഇത് ഈക്വൽ ടു ഇവിടെ വന്നു, ഇത് ഈക്വൽ ടു ഇവിടെയും വന്നു. അതെല്ലാം കൂടി ഞാൻ ജോയിൻ ചെയ്തു.
ദ ആംഗിൾ ബീറ്റ ഈക്വൽ ടു 48 ഡിഗ്രി. അത് മാറിയില്ല, അത് 48 ഡിഗ്രിയിലേക്ക് വരച്ചിട്ടുള്ളത്. അത് വരച്ചില്ലേ? ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇതാ ഈ ലൈൻ ഒരു പെർപെൻഡിക്കുലർ വന്നു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. തിൻ ലൈൻ, ഞാൻ ഈ കൺസ്ട്രക്ഷൻ ലൈന് ബ്ലൂ പെന്നിന് കൊണ്ടാണ് വരയ്ക്കുന്നത്. ഇങ്ക് കുറവാണ്, അതാണ് വേറൊരു പ്രശ്നം. ഇനി ഇതിന് പാരലായിട്ട് വേറൊരു ലൈൻ ഇവിടെ വരച്ചു. ആ ലൈനാണ് പി ബി എ എന്നുള്ള ലൈൻ. സോ ബി എ പാരലൽ ടു സി എഫ്, ദാറ്റ് ഈസ് ഓൾസോ അത് പാരലൽ ടു ഡി ഇ. ഡി ഇയും വരച്ചു. ഇനി ഡി ഇ കണ്ടില്ലേ? അപ്പോൾ ഇതിന് നമ്മളൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക, ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക, എന്നിട്ട് ഇത് വാങ്ങിച്ചു കളയാം. ഇതിൻ്റെ ആവശ്യമില്ല, അത് മെഷർമെൻറ്റിന് വേണ്ടി മാത്രമാണ്. ഇനി ഈ ഡിസ്റ്റൻസ് എടുക്കുക, അതിവിടെ എടുക്കുക. ഇതിന് എക്സാക്റ്റ് പാരലൈറ്റിന് വരിക നിങ്ങൾക്ക് ചിത്രം പെർഫെക്റ്റ് ആകുമ്പോൾ. ഞാൻ വരയ്ക്കൊണ്ട് നോക്കണ്ട, ഞാൻ ഫ്രീ ഹാൻഡ് സ്കെച്ചിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എല്ലാം കിട്ടും. അപ്പോൾ അതെല്ലാം കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേമാതിരി ഇതെല്ലാം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയാണ് നമ്മൾ ഇതേമാതിരി ഇവിടെയും ഈ ലൈനും ഇതും ഇതെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്യാം. അതിന് കൃത്യമായിട്ട് നെയിമിങ് കൊടുക്കുക. ദാറ്റ് ഈസ് പി ക്യൂ. ഈ നെയിമിങ് കൃത്യമായി ഇവിടെ കൊടുക്കുക. എന്നാൽ ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, എസ്, ടി, ഒ, സി, ഡി, ഇ, എഫ്, എ, ബി. അവിടെ ഇവിടെയെല്ലാം നമുക്ക് ടോപ്പ് നോക്കുമ്പോൾ ഇല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞ കൺഫ്യൂഷനാണ്. ഓക്കെ, വിടും. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞല്ലോ. കാരണം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഞാൻ ബിയും സിയും ഒന്നും ബ്രാക്കറ്റിൽ ഇട്ടിട്ടല്ലോ എന്നുള്ള ക്വസ്റ്റൻ ആണ്. കാരണം ബിയും സിയും ബ്രാക്കറ്റിൽ ഇടുന്ന ആവശ്യമില്ല. നമുക്ക് ചില സമയത്ത് ഇവിടുന്ന് ഈ ലൈനിലേക്ക് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും. ആ കേസിൽ മാത്രമേ ഞാൻ ബ്രാക്കറ്റ് ഇടും. നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്നാ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഈ ബ്രാക്കറ്റ് ഇടേണ്ട കേസ് വരും. അത് അത്രയും ഡിഫിക്കൽട്ടായ സമയത്ത് മാത്രമേ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ആൻസർ കിട്ടൂ. അല്ലെ നമുക്ക് ഈ ഇവിടെ ഇപ്പോൾ ഡിയും ഇയും നമ്മൾ ഡി ബ്രാക്കറ്റ് ഇടാണ്ടും ഇയും ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇതിൽ ഏതാണോ മുന്നിലേക്ക് നിൽക്കുന്നത് എന്ന്. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് സമയം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല ഞാനിവിടെ ഡി ബ്രാക്കറ്റ് ഇട്ടത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്, ഈ ഫിഗർ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇതും എനിക്ക് ആ ബ്രാക്കറ്റിൽ ഇട്ടത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി ഈ ചിത്രം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഞാൻ വീണ്ടും ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ നിങ്ങൾക്ക് ഒരു ടൈം വേസ്റ്റാണ്. ബ്രാക്കറ്റിൽ ഇടണ്ട. ഈ ചിത്രം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റിന് ആവശ്യമില്ല, നമ്മൾ രക്ഷപ്പെട്ടു. ഈ ചിത്രം കിട്ടാൻ വേണ്ടി മാത്രമാണ് ബ്രാക്കറ്റിൽ ഇടുന്നത്. ബ്രാക്കറ്റിൽ ഇട്ടാൽ മാത്രമേ പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, അപ്പോൾ അങ്ങനെ 1, 2, 3, 4, 5 എത്തി. ഇനി 6ാമത്തെ ഫിഗർ കൂടി വരക്കണം, അപ്പോൾ മാത്രമേ ഫിഗർ കംപ്ലീറ്റ് ചെയ്യൂ. ഇനി ഞാൻ നമ്മൾ ഇത് നോക്കി, ഇത് എ കോമ ബി, ഇത് ഒരു സ്ട്രേറ്റ് ലൈൻ എടുക്കുക. പ്രൊജക്ടേഴ്സ് ഓഫ് എ കോമ ബി. The projectors of A comma B, the projectors of n1 dash comma n1 dash comma f dash comma c dash, ഇത് e dash comma d dash. അതേമാതിരി ഇവിടുന്ന് കിടക്കുന്ന ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. ഈ ലൈനിൻ്റെ പേരാണ് o dash comma p dash. അതേമാതിരി ഇവിടുന്ന് കിടക്കുന്ന ഇത് എം ക്യൂ ടി ആണ്. ഇത് ഇവിടെ വരും എം ഡാഷ് കൊമ ക്യൂ ഡാഷ് കൊമ ടി ഡാഷ്. വീട്ടിൽ ട്രൈ ചെയ്യണേ, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനാവും. ഈ വരയ്ക്കുന്ന ലൈനിൻ്റെ പേരാണ് എന്തെന്ന് ആർ ഡാഷ് കൊമ എസ് ഡാഷ്. അപ്പോൾ ഇത് ആർ ഡാഷ് കൊമ എസ് ഡാഷ് ഇവിടെ വന്നു. ഇ ഡാഷ് കൊമ ഡി ഡാഷ്, പ്രൊജക്ടേഴ്സ് ഓഫ് ഇ ഡാഷ് കൊമ ഡി ഡാഷ്, പ്രൊജക്ടേഴ്സ് ഓഫ് ആർ ഡാഷ് കൊമ എസ് ഡാഷ്, പ്രൊജക്ടേഴ്സ് ഓഫ് എം ഡാഷ് കൊമ ക്യൂ ഡാഷ് കൊമ ടി ഡാഷ്, പ്രൊജക്ടേഴ്സ് ഓഫ് ഒ ഡാഷ് കൊമ പി ഡാഷ്, പ്രൊജക്ടേഴ്സ് ഓഫ് എ ഡാഷ് കൊമ ബി ഡാഷ്, പ്രൊജക്ടേഴ്സ് ഓഫ് n1 ഡാഷ് കൊമ എഫ് ഡാഷ് കൊമ സി ഡാഷ്. ഇങ്ങനെയൊക്കെ വരച്ചു. ഇനി ഇതേമാതിരി മേലോട്ടേക്ക് വരയ്ക്കുക. ഇതൊക്കെ പോയിന്റ്, ഇത് O എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇത് എക്സ് വൈൻ്റെ മേലെ വരുമ്പോൾ ഇവിടെ നമുക്ക് O ഡാഷ് കൊടുക്കാം. അതേമാതിരി ഈ കാണുന്ന പോയിന്റാണ് എം ഡാഷ്, ഈ കാണുന്ന പോയിന്റാണ് പി ഡാഷ്, അതേപോലെ ഈ കാണുന്ന പോയിന്റാണ് ക്യൂ ഡാഷ്, ഇത് സി ഡാഷ്,
ഇത് ബി ഡാഷ്, ഈ കാണുന്ന പോയിന്റ് ദാറ്റ് ഈസ് ഡി ഡാഷ്, ഇത് N1 ഡാഷ്, ഈ കാണുന്ന ലൈനാണ് ഇത് ഇ ഡാഷ്. സിമിലർലി ദിസ് ഈസ് എ ഡാഷ്, ഇത് എഫ് ഡാഷ്, ഇങ്ങനെ വരും. അപ്പോൾ ഇനി ഇതും നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗം നോക്കുക. അപ്പോൾ എ ഡാഷും ജോയിൻ ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? എ ഡാഷും നമ്മൾ ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് ഈ കാണും. അപ്പോൾ ഇത് എ ഡാഷ് കിട്ടി. ഇനി ബി ഡാഷും ഇതാണ് ബി ഡാഷും, ഇത് ബി ഡാഷും, ഇതാണ് ബി ഡാഷ് കിട്ടി. ഇനി സി ഡാഷും സി എവിടെയുള്ള എ ബി സി, ഈ സി ഡാഷും ഇതാണ് സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടി. അതേമാതിരി ഇപ്പോൾ സി ഡാഷ് കിട്ടി, എ ഡാഷ് കിട്ടി, ബി ഡാഷ് കിട്ടി, സി ഡാഷ് കിട്ടി, ബി ഡാഷ് കിട്ടി, എ ഡാഷും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എഫ് ഡാഷ്, എഫും ഇതാ ഇവിടെ കിട്ടുന്ന പോയിന്റാണ് എഫ് ഡാഷ്. അങ്ങനെ നമുക്ക് എഫ് ഡാഷ് കിട്ടി. പിന്നെ എൻ ഡാഷ്, ഇതിവിടെ എൻ ഉണ്ടാവും, ഈ കാണുന്ന ലൈന് അത്. അപ്പോൾ ഈ കാണുന്ന പോയിന്റാണ് നമുക്ക് എൻ ഡാഷ് കിട്ടി. ഓക്കെ, എൻ ഡാഷ് കിട്ടി. ഇനി അത് ഇ ഡാഷ് കൊമ ഡി ഡാഷ്, ഈ എവിടെയുള്ള ഡി ഇതെവിടെയാ? ഡി ഇതാണ് നമുക്ക് കിട്ടുന്ന പോയിന്റ് ഡി ഡാഷ്. ഇ ഡാഷിൻ്റെ പറഞ്ഞ പോയിന്റ് ഇതാ ഇയും ഇതാ ഈ കാണുന്ന പോയിന്റാണ് ഇ ഡാഷ്. അപ്പോൾ ഇ ഡാഷ് ഡി ഡാഷ് കിട്ടി. ഓക്കെ, എൻ ഡാഷ് നമുക്ക് ഓക്കെ ആയി, ഇ ഡാഷ് ഓക്കെ ആയി, ഡി ഡാഷ് ഓക്കെ ആയി. ഇനി ഓയും ഓ ഡാഷ് ഉണ്ട്, ഓ ഇവിടെ ഉണ്ട്, ഇതാ ഓയും ഇത് നമുക്ക് കിട്ടുന്ന പോയിന്റ് ഓ ഡാഷ് കിട്ടി. അതേമാതിരി പി ഡാഷും പിയും ഇതാണ് നമുക്ക് കിട്ടുന്ന പി ഡാഷ്, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടി. അതിനടുത്തത് N1 ഡാഷ് ഓക്കെ ആയി. അതിന് എം ഡാഷ്, ഇത് എമ്മും ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഈ എം ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. അതേപോലെ ക്യൂ ഡാഷും ക്യൂയും ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന പോയിന്റാണ് ക്യൂ. എം ഡാഷ് ഇവിടെ വരിക, ഇത് എം ഡാഷ്, ഇത് ക്യൂ ഡാഷ്. ഇനി ടി ഡാഷോ, ഇത് ടി ഡാഷ് ഈ ലൈനും, അതേമാതിരി ഇവിടെ നിന്നുള്ള ടി ഉണ്ടാവില്ല, അതേപോലെ ക്യൂ ആർ എസ് ടി ഈ ലൈനാണ് വരിക. അപ്പോൾ ഈ ടിയും അതേമാതിരി ഇവിടെ ടി, ഇതാണ് നമുക്ക് കിട്ടുന്ന പോയിന്റ് ടി ഡാഷ്. അപ്പോൾ ടി ഡാഷും കിട്ടി. പിന്നീട് ബാക്കിയുള്ളത് പിന്നെ ആർ ഡാഷ് കോമ എസ് ഡാഷ്, ആറ് ഈ ആറും ഇവിടെ നിന്ന് ആറുണ്ടാവുമല്ലോ, ആറ് ഈ ആറ് ഇവിടുത്തെ വരും, ഇത് ആർ ഡാഷ്. അതേമാതിരി എസ് ഇത് ഇവിടെ ഉണ്ടാവും, ഇവിടെ എഫ് ഡാഷ്. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ഇതിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് റെഫർ ചെയ്ത് ബേസ് വരയ്ക്കാൻ ഇതും അതിൻ്റെ ഫ്രണ്ട് വരയ്ക്കാൻ നമ്മൾ ഇതുപോലെ റെഫർ ചെയ്ത് അല്ലേ, ഇതോ റെഫർ ചെയ്യാം, ഇതും ആയിക്കോട്ടെ. ഇനി അതേമാതിരി ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ബേസ് വരയ്ക്കണമല്ലോ. ആ ബേസ് വരയ്ക്കാൻ നമുക്ക് ഒന്നുകിൽ ഇത് റെഫർ ചെയ്യാം അല്ലെങ്കിൽ ഇതും റെഫർ ചെയ്യാം. രണ്ടിനും കൂടെ ആൻസർ കിട്ടും. ഓക്കെ, ബേസ് വരയ്ക്കുമ്പോൾ ഇനി ഫിഗർ ഇതോ റെഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ ഓപ്ഷൻ എളുപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് റെഫർ ചെയ്യുക, ഇത് റെഫർ ചെയ്യുക, ഇതോ റെഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് OPQRSTO വരുന്നത്. അപ്പോൾ ഒ എവിടെയുള്ളത്? OPQRSTO. ഇവിടെ ഇപ്പോൾ ഒ എവിടെയുള്ളത്? O ഡാഷ്. അപ്പോൾ OPQRSTO ഇതാണ് ആക്സിസ് എം ഡാഷ്. അതവിടെ നിൽക്കട്ടെ.
ഈ എം ഡാഷിലേക്ക് ഇവിടുന്ന് സ്ലാൻഡിങ് വെച്ച് വരക്കാൻ പാടില്ല, കാരണം അത് പിരമിഡിന്റെ കേസിൽ മാത്രമേ വരൂ. ഇത് പ്രിസാണ്, ഓർമ്മിക്കുക. അതേപോലെ ഇവിടെ എന്താ വരിക? ഒ പി ക്യു, ഇത് എ ബി സി ഡി ഇ എഫ്, എ ബി സി ഡി ഇ എഫ് എ ഡാഷ്. ഇനി നമ്മൾ എന്ത് വേണം? അതിൻ്റെ സ്ലാൻഡിങ് എഡ്ജ് നോക്കട്ടെ. ഇവിടെ നോക്കുക, ഇവിടെ ക്യൂവിനെ സി ആയിട്ട് ജോയിൻ ചെയ്യുക അല്ലേ? ക്യൂവിനെ സി ആയിട്ട് ജോയിൻ ചെയ്യുക. സിയും ക്യൂ എവിടെയുള്ള ഇത് സി ഡാഷ് ക്യൂ ക്യൂ ജോയിൻ്റ് വിത്ത് സി അല്ലേ? ഒ പി ക്യൂ ആർസും ക്യൂ സി, ക്യൂയും സിയും. അപ്പോൾ ക്യൂവിനെ സി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അതേപോലെ ഇത്രയും കിട്ടി. ഇനി ഇത് വയ്ക്കും, ഓപ്ഷൻ ബെറ്റർ പിടിക്കും. നമ്മളിപ്പോൾ ഒ ഡാഷും ബി ഡാഷും, ഒ ബി ജോയിൻ ചെയ്തു. അതേമാതിരി പിയും ഒ ഡാഷും എ ഡാഷും, ഒ ഡാഷും എ ഡാഷും നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പിയും ബിയും, പി എവിടെയുള്ളത്? പിയും ബിയും നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എമ്മും എന്നും, ഇത് ആക്സിസ് ലൈന്, അതൊക്കെ. നെക്സ്റ്റ് പിയും ക്യൂയും സിയും, സി ഡാഷ് ഇട്ടിൻ്റെ ക്യൂയും സിയും നമ്മൾ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ടിയും എഫും, പി ക്യു ആർ എസ് ടിയും, അതേമാതിരി എഫ് ഇത് ഇവിടെ ഇത് ജോയിൻ ചെയ്തു. നെക്സ്റ്റ് എസും ഇയും നമ്മൾ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ആറും ഡിയും, സ്മോൾ ലെറ്റർ ആറും ഡിയും നമ്മൾ ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രം കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് റെഫർ ചെയ്തു. ഇത് വരക്കുമ്പോൾ നിങ്ങൾ ബേസ് വരക്കുമ്പോൾ ഇതും റെഫർ ചെയ്യുക, മറ്റേ ഫേസ് എഡ്ജ് വരക്കുമ്പോൾ ഇതും റെഫർ ചെയ്യുക. ഈ ചിത്രം വരക്കുമ്പോൾ ബേസ് വരക്കാൻ ഇതും, ബേസ് എഡ്ജ് വരക്കാൻ ഇതും, ഫേസ് എഡ്ജ് വരക്കാൻ ഈ ചിത്രം റെഫർ ചെയ്യാം. ഈ കേസിൽ ബേസ് എഡ്ജ് വരക്കാൻ ഈ ഫിഗർ റെഫർ ചെയ്യാം, ഫേസ് എഡ്ജ് വരക്കാൻ ഇത് റെഫർ ചെയ്യാം, ഇതോ റെഫർ ചെയ്യാം. കാര്യം ഒന്നിനും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തേക്ക് നമ്മുടെ ബാക്കി എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് വരക്കേണ്ടത്. ഇത് വരക്കണമെങ്കിൽ ഇതും റെഫർ ചെയ്യാം, ഇത് വരക്കുന്ന സമയത്ത് ഇതും റെഫർ ചെയ്യാം, എളുപ്പം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൺസ് കംപ്ലീറ്റ് ദിസ് ഫിഗർ, ഇതിൽ ഏതൊക്കെയാണ് വിസിബിൾ എഡ്ജ്, ഏതൊക്കെയാണ് ഇൻവിസിബിൾ എഡ്ജ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് ദർ ആർ സം ക്രൈറ്റീരിയ. ഫസ്റ്റ് ക്രൈറ്റീരിയ ഈസ് ഓൾ ദി ബൗണ്ടറി ഈസ് വിസിബിൾ. അപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാ ബൗണ്ടറിയും ഇതും നിങ്ങൾ ബോർഡർ ചെയ്യണ്ട, ഇവിടെ ചെറിയൊരു മാറ്റം വരും. ഓൾ ദി ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ. ഇതെപ്പോഴും വിസിബിൾ ആയിരിക്കും, അതിനൊരു മാറ്റം വരില്ല. All the boundaries must be visible. An edge or a point on the side of the axis nearer to xy in one view will be hidden in the second view. അപ്പോൾ an edge, നമ്മുടെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ഈ QRST എന്ന് പറയുന്ന ഈ എഡ്ജ് അത് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ അത് നമുക്ക് അറിയണം. അതേമാതിരി CBAF എന്ന് പറയുന്ന ഈ എഡ്ജ്, CB എന്ന് പറയുന്ന എഡ്ജ്, BA എന്ന് പറയുന്ന എഡ്ജ്, AF എന്ന് പറയുന്ന എഡ്ജ്, ഇത് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ അതും നമ്മൾക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ സെക്കൻഡ് ക്രൈറ്റീരിയ ഈസ് ആൻ എഡ്ജ് or a point on the side of the axis nearer to xy in one view will be hidden in the second view. The third criteria is the base with an end of the axis nearer to xy in one view will be hidden in the second view. The base with an end of the axis farther to xy in one view will be visible in the second view. ഇതാണ് ബേസ്, ഇതും ബേസാണ്, ഇതും ബേസാണ്. The base with an end of the axis, ഇതാണ് നമ്മുടെ ആക്സിസ്. ആക്സിസിനോടൊക്കെ ഇവിടെ വരാം, മറ്റൊക്കെ ഇവിടെ വരാം. The base with an end of the axis farther to xy, ഇത് xy നിന്ന് അകലെയാണ് ഈ പോയിന്റ് ഉള്ളത്, ഈ പോയിന്റ് xy അടുത്തവിടെ. The base with an end of the axis farther to xy in one view will be visible in the second view. അപ്പോൾ നമുക്ക് കണ്ണും കുത്തി എന്ത് പറയാം? ഈ കാണുന്ന ABCDEF എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കും. ABCD എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് എന്തായിരിക്കും?
വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിത് മനസ്സിലായി. ഇനി നമുക്കത് അറിയാത്തത് QR വിസിബിൾ ആണോ, RS വിസിബിൾ ആണോ, ST വിസിബിൾ ആണോ അറിയില്ല. അതേമാതിരി ഈ PB എന്ന് പറയുന്നത് വിസിബിൾ ആണോ അറിയില്ല. പിന്നെ താഴെ വരുന്ന RD അല്ലേ, RD വിസിബിൾ ആണോ അറിയില്ല. OA വിസിബിൾ ആണോ അറിയില്ല. SC വിസിബിൾ ആണോ അറിയില്ല. അത് കണ്ടുപിടിക്കണം. The base with an end of the axis nearer to xy in one view will be hidden. അങ്ങനെ പറഞ്ഞു. The base with an end of the axis farther to xy, അത് വിസിബിൾ ആണ് മനസ്സിലായി. The base with an end of the axis nearer to xy in one view will be hidden in the second view. പക്ഷേ നമുക്കറിയാം all the boundaries must be visible ആണ്. പക്ഷേ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ഹിഡൻ ആക്കി മാറ്റുക. അങ്ങനെ ഇത് ലൈൻ മാറി, ഡോട്ടഡ് ലൈനായി മാറി. ഓക്കെ, ബ്ലാക്ക് ബോർഡിൻ്റെ കുഴപ്പമാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇതിൽ ഇതാണില്ല. അപ്പോൾ ബേസ് കണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ബാക്കി? PBRD, അതേപോലെ OA, ഇതാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ക്രൈറ്റീരിയ 1, all the boundaries must be visible. Second criteria, an edge or a point on the side of the axis near to xy in one view will be hidden in the second view. Third criteria, second criteria, an edge or a point on the side of the axis farther to xy in one view will be visible in the second view. Third criteria, the base with an end of the axis nearer to xy in one view will be hidden in the second view. The base with an end of the axis farther to xy in one view will be visible in the second view. Then fourth criteria, all the lines joining at a corner within the boundary will be either hidden or visible and vice versa. അങ്ങനൊരു 4 ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ കൺഫ്യൂഷൻ PB എന്ന് പറയുന്നത് whether it is visible or hidden. PB അപ്പോൾ P dash B dash നോക്കുക. അപ്പോൾ an edge, ഇതൊരു എഡ്ജ് അല്ലേ, ഫേസ് എഡ്ജ് അല്ലേ, an edge or a point on the side of the axis farther to xy in one view will be visible in the second view. അപ്പോൾ നമുക്ക് എന്താ പറയുക, PB എന്ന് പറയുന്നത് ഒന്നും നോക്കണ്ട, അത് തീർച്ചയായിട്ടും എന്തായിരിക്കും, അത് ഫേം ലൈൻ ആയിരിക്കും. ഓക്കെ, അത് ഇനി നമുക്ക് RD നോക്കാം. RD കണ്ടോ, RD, an edge or a point on the side of the axis nearer to xy in one view will be hidden in the second view. So definitely ഇതിൻ്റെ താഴെയാണ് ഹിഡൻ വരിക. അപ്പോൾ എന്തായിരിക്കും, ഡോട്ടഡ് ലൈൻ. കാരണം RD ഇവിടുന്ന് ഡോട്ടഡ് ലൈൻ ഉണ്ട്, പക്ഷേ അതിനെ കവർ ചെയ്തുകൊണ്ട് മുകളിലത്തെ ഫേം ലൈൻ വന്നതുകൊണ്ട് ഇത്രയും ഭാഗം വിസിബിൾ ആയിട്ട് ബാക്കിയുള്ള ഭാഗം എന്തായിരിക്കും, ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഇനി അതേപോലെ ഇവിടെ നോക്കുക, OA കണ്ടോ, an edge or a point on the side of the axis farther to xy in one view will be visible in the second view, മറ്റൊരു ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഇനി ഇതന്നെ നമ്മൾ ഇവിടെ വരക്കുക. ഇവിടെ എന്തൊക്കെയാണ് വിസിബിൾ, ഇവിടേക്ക് ഏതൊക്കെയാണ് ഹിഡൻ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതന്നെ നിങ്ങൾ ഇവിടെയും ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഞാനിപ്പം ചെയ്യുന്നതെല്ലാം വിസിബിളായിട്ടാണ്, പക്ഷേ തെറ്റാണ്. ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ഈ ഭാഗത്തൊക്കെ ഡോട്ടഡ് ലൈൻ ആക്കിയിട്ടെല്ലാം കാണിച്ചിട്ട് നല്ല സൂപ്പറാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കുക. ഇനി ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് ഇവിടെ നമ്മൾ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ക്രൈറ്റീരിയ, all the boundaries must be visible. അപ്പോൾ OA, A dash, B dash, C dash, D dash ഇത് കംപ്ലീറ്റ് എന്താണ്, വിസിബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ അവിടെ നിൽക്കുന്നത് ഇവിടെ the base with an end of the axis farther to xy in one view will be visible. So A dash, B dash, C dash, D dash, E dash, F dash, A dash ഇത് വിസിബിൾ ആയിരിക്കും. The base with an end of the axis nearer to xy in one view will be hidden. അപ്പോൾ ഇവിടെ ഇപ്പോൾ all the boundaries must be visible. ഫസ്റ്റ് ലൈൻ അത് വിട്ടേക്ക്, കഴിച്ച് ബാക്കിയുള്ള ഇതൊന്നായിരിക്കും ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലേ, ഇത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് പിന്നെ സെക്കൻഡ് ക്രൈറ്റീരിയ അതൊക്കെ all the lines joining at a corner within the boundary will be either hidden or visible. ഇനി നമ്മുടെ സംശയം എന്ന് പറയുന്നത് T dash അതേമാതിരി ADE ഇവിടെ F dash ഉണ്ടാവും. ഈ T dash F dash എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, TF, അത് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ എങ്ങനെ മനസ്സിലാക്കാം? കാരണം ഈ ഡോട്ടഡ് ലൈനിന്
ഒരു ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഒരു ഡോട്ടഡ് ലൈനെ മറ്റൊരു ഡോട്ടഡ് ലൈൻ ഒരിക്കലും ക്രോസ് ചെയ്യില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഡോട്ടഡ് ലൈനെ മറ്റൊരു വിസിബിൾ ലൈൻ മാത്രമേ ക്രോസ് ചെയ്യൂ. ഒരു ഡോട്ടഡ് ലൈനെ മറ്റൊരു ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഡോട്ടഡ് ലൈൻ മറ്റെന്തായിരിക്കും, അത് ഉറപ്പായിട്ട് വിസിബിൾ ആയിരിക്കും, ഫേം ലൈൻ. ഓക്കെ, അങ്ങനെ എഴുതിക്കോട്ടെ കേട്ടോ, ഇത് ഫേം ലൈൻ ആയിരിക്കും. ഇതൊരു ക്രൈറ്റീരിയ ആണ്. അതേമാതിരി ഇവിടെ ഓൾ ദ ലൈൻസ് ജോയിനിങ് അറ്റ് എ കോർണർ വിത്തിൻ ദി ബൗണ്ടറി വിൽ ബി എയ്തർ ഹിഡൻ ഓർ വിസിബിൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊരു കോർണറാണ്. ഇവിടെ ഈ ലൈൻ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇത് ഇവിടെയും ജോയിൻ ചെയ്യുന്നുണ്ട്, ഇത് ഇവിടെയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡോട്ടഡും ഇത് ഡോട്ടഡ് ആകുമ്പോൾ ഇതെന്തായിരിക്കും, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഡോട്ടഡ് ലൈൻസ്. അപ്പോൾ അതാണ് ക്രൈറ്റീരിയ 5. ഓൾ ദ ലൈൻസ് ജോയിനിങ് അറ്റ് എ കോർണർ വിത്തിൻ ദി ബൗണ്ടറി വിൽ ബി എയ്തർ ഹിഡൻ ഓർ വിസിബിൾ. ഇത് രണ്ട് ഹിഡൻ ആയതുകൊണ്ട് ഇത് ഹിഡൻ. പിന്നെ ഈ ഹിഡന് എന്തായാലും മറ്റൊരു വിസിബിൾ ലൈനെ ക്രോസ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ക്രൈറ്റീരിയ 4. ഒരു ഡോട്ടഡ് ലൈനെ മറ്റൊരു വിസിബിൾ ലൈൻ മാത്രമേ ക്രോസ് ചെയ്യുകയുള്ളൂ. സിമിലർലി ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈൻ കാണാൻ പറ്റും, ഇയും എസും ഇയും കണ്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇതും വിസിബിൾ ആകുമ്പോൾ ഇതെന്തായിരിക്കും, ഡെഫിനറ്റ്ലി ഇത് വിസിബിൾ ആയിരിക്കും. കാരണം ഓൾ ദ ലൈൻസ് ജോയിനിങ് അറ്റ് എ കോർണർ വിത്തിൻ ദി ബൗണ്ടറി വിൽ ബി എയ്തർ ഹിഡൻ ഓർ വിസിബിൾ. ഇതും വിസിബിൾ ആകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദിസ് വൺ ഓൾസോ വിൽ ബി വിസിബിൾ. ഇനി നെക്സ്റ്റ് Q', C. Q, C എന്ന് പറയുന്ന പോയിന്റ്, എന്താ വരിക, അതും എന്തായാലും ഡോട്ടഡ് ആയിരിക്കും. കാരണം ഇതും ഡോട്ടഡാണ്, ഇതും ഡോട്ടഡാണ്. അപ്പോൾ ഓൾ ദ ലൈൻസ്, ദർ ആർ 3 ലൈൻസ് ജോയിനിങ് അറ്റ് എ പോയിന്റ് Q. സോ ഓൾ ദ ലൈൻസ് ജോയിനിങ് അറ്റ് എ point within the boundary will be either hidden or visible. ഇതും ഹിഡൻ ആകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദിസ് പോയിന്റ് ഓൾസോ വിൽ ബി ഹിഡൻ ആയിരിക്കും. ഈ ഹിഡൻ ലൈൻ ഒരിക്കലും മറ്റൊരു ഹിഡൻ ലൈൻ ക്രോസ് ചെയ്യില്ല, ഇത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ മൊത്തം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടിയാണ് ഈ പ്രോബ്ലം കഴിഞ്ഞത്. 1 hour എടുത്തു. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഇതാണ് നമ്മുടെ ഓർഡർ കേട്ടോ. കാരണം ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ബോത്ത് HP and VP. One of its base edges on HP എന്ന് പറയുമ്പോൾ we have to start your drawing from top view. Then only you can able to complete this figure. അപ്പോൾ 1, 2, 3, 4 ഈ ഒരു ഇത് നമ്മുടെ മലയാളത്തിൽ വാ എന്ന് പറയും. നമുക്ക് എഴുതാൻ അറിയായിരിക്കുമോ എന്നൊക്കെ അറിയില്ല, കാരണം പലരും ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കുമല്ലോ, ചില കൂട്ടർക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫോളോ ചെയ്യാൻ കേട്ടോ. ഇനി ചില സമയത്ത് ഇത് ഫ്രണ്ട് വ്യൂ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ചിത്രം എങ്ങനെ വരും, ഗാന്ന് വരും, ഗണപതിയുടെ ഗ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ചൊരു വിഷമമാണ് ഈ ഒറ്റൊരു പ്രോബ്ലം പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള പ്രോബ്ലം സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെയാണ് ആക്സിസ് ഇൻക്ലൈൻഡ് ബോത്ത് HP and VP ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ HP എന്ന് പറയുന്ന പ്രോബ്ലം, പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ പ്രോബ്ലംസ് ഇങ്ങനെ വേണം സോൾവ് ചെയ്യാൻ. താങ്ക് യു.